സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കടുത്ത പോരാട്ടമാണ്. 487 പോയിന്റുമായി കണ്ണൂർ ഇപ്പോൾ മുന്നിൽ കയറി. 483 പോയിന്റുമായി കോഴിക്കോട് തൊട്ടുപിന്നിലുണ്ട്. 481 പോയിന്റുമായി തൃശൂരാണ് മൂന്നാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് കുച്ചിപ്പുടിയും പരിചമുട്ടും ചവിട്ടുനാടകവും അരങ്ങേറും. നവമി ദിനേശ് ശരിയാണ്. നവമി, പ്രധാനപ്പെട്ട ഡാൻസ് ഇനങ്ങളൊക്കെ ഇന്ന് അരങ്ങേറുന്നുണ്ട്. ഒരു വല്ലാത്ത ഈ പൂരത്തിന്റെ നാട്ടിൽ വലിയ ആവേശത്തിലാണ് കുരുന്നുകൾ എത്തിയിരിക്കുന്നത്, അല്ലേ? അതെ രഞ്ജിത്ത്, ആവേശത്തിന് ഒട്ടും കുറവില്ല. തൃശ്ശൂരിലെ ഈ കലോത്സവ പൂരം പൊടിപൊടിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. ആരാണ് മികച്ചതെന്ന് പറയാനേ കഴിയില്ല. 25 വേദികൾ ചെല്ലുമ്പോഴും ഓരോ കുട്ടികളും അവരുടെ ഈ ഒരു മത്സരം അല്ലെങ്കിൽ അവരുടെ പ്രകടനമൊക്കെ അതിഗംഭീരമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറമുള്ളൊരു വാക്കില്ല. ഇന്നെന്തായാലും 60 ഇനങ്ങളാണ് ഈ ഓരോ വേദികളിലുമായി നടക്കുന്നത്. 121 ഇനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 6 ചെമ്പകത്തിലാണ്. അവിടെ നാടൻ പാട്ട് HS വിഭാഗത്തിന്റെ നാടൻ പാട്ട് മത്സരം ഉടനെ തന്നെ ആരംഭിക്കും. 10 മണിയോടുകൂടി ആരംഭിക്കും. എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ കാസർഗോഡ് നിന്ന് വന്ന കുറച്ചധികം ചുണക്കുട്ടികളാണ്, മിടുക്കികളാണ്, സകലകലാ വല്ലഭകളാണ്. കാരണം ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇവര് ഓരോരുത്തരും ഇത് മാത്രമല്ല, പല പല ഇനങ്ങളിൽ പെർഫോം ചെയ്യുന്നവരുണ്ട്. കവിതയ്ക്ക് A ഗ്രേഡ്, കവിത അല്ലെ, മലയാളം കവിതയ്ക്ക് A ഗ്രേഡ് കിട്ടിയ കുട്ടിയുണ്ട്. തിരുവാതിരയിൽ പാട്ട് പാടുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്ന് പുലർച്ചെ അവർ എത്തിയിരിക്കുകയാണ്. ഇന്നിവർ നാടൻ പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാം തയ്യാറല്ലേ? റെഡിയല്ലേ? സെറ്റല്ലേ? അപ്പൊ A ഗ്രേഡ് തന്നെ ആദ്യമായിട്ടാണോ? അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒന്ന് കാണാം. തുടങ്ങല്ലേ അപ്പോ?
നമ്മൾ ഇതിൽ ചുവട് വെച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. എന്ത് മനോഹരമായിട്ടാണ് കുട്ടികൾ ഇത് പെർഫോം ചെയ്തത്. എന്തായാലും ഇതേ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് സ്റ്റേജിലും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ കവിതാ രചനയ്ക്ക് എ ഗ്രേഡ് കിട്ടിയ ഒരു പാരായണത്തിന് എ ഗ്രേഡ് കിട്ടിയ കുട്ടി കൂടി ഉണ്ട്. നമുക്കൊരു രണ്ടുപേര് കവിത ചൊല്ലുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. വിശ്രുതൻ വിജയന്നീ കേവലമൊരസ്ത്രത്താൽ വിശ്വപുഷ്കരങ്ങളെ കമ്പനം കൊള്ളിക്കുന്നു. എങ്കിലും ഒരു വനവേദന്റെ ഔദാര്യകാലേന്തി നിന്നേര തുഴിഞ്ഞിടുന്നു കിതപ്പോടെ. ആഴികൾ പിൻവാങ്ങും നിൻ പ്രതാപം അവന്റെ കാൽപ്പൂഴിയിൽ കണ്ണീർ വീഴ്ത്തി കുഴയാൻ എന്റെ കാര്യം. കാടനെ അവനിലെ ദേവനെ പോലും നന്നാക്കിടുവാനല്ല തീർച്ച തൻ കാര്യം കാണാൻ മാത്രം. മനോഹരമായിട്ടുണ്ട് മോളെ, മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇവരുടെ അധ്യാപകൻ കൂടി ചേരുന്നുണ്ട്. സാർ, ഇന്നിപ്പോ ഇവരെ അവതരിപ്പിച്ചത് എവിടെ, ഏത് ഇതിന്റെ ഒരു ഐതിഹ്യം? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മല കമ്മ്യൂണിറ്റി പാടി വരുന്ന ദേവതകളെ വർണ്ണിച്ച് പാടുന്ന ഒരു ചാമുണ്ടി തോറ്റാണ്. പിള്ളേരെല്ലാം വളരെ വൈബ് പിള്ളേരാണല്ലേ? ഉഷാറാണ്, പിള്ളേർ നല്ല ഉഷാറാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല നല്ല വൈബാണ്. എനർജി നമുക്ക് ഇതിൽ അതെ അതെ അതെ. ഡബിളായിരിക്കും സ്റ്റേജിൽ ഉണ്ടാവും. അങ്ങനെ തന്നെ ആവട്ടെ. എന്ത് എഫേർട്ട് എടുത്താലേ ഇതൊക്കെ കൊട്ടുന്നത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, മാഷ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നോണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവിധ ആശംസകളും മക്കളെ. എന്തായാലും ഇതുപോലെ ഓരോ വേദിയിലും കുട്ടികളുടെ മാസ്മരികമായിട്ടുള്ള പ്രകടനം തന്നെയാണ് രഞ്ജിത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഉള്ളത് കുച്ചിപ്പൊടിയുണ്ട്. പ്രധാന വേദിയിൽ കുച്ചിപ്പൊടിയുണ്ട്, HS വിഭാഗത്തിന്റെ തിരുവാതിരയുണ്ട്, പരിചമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ ചവിട്ട് നാടകത്തിനും ഏറെ ആരാധകരുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുള്ള ഒരു മത്സര ഇനം കൂടിയാണ് ചവിട്ട് നാടകം. അതോടൊപ്പം തന്നെ യക്ഷഗാനവും ഒക്കെ വളരെ ഭംഗിയാണ് കാണുന്നതിന് വേണ്ടി. അതിനൊക്കെ നിറച്ച് ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള നടനം, കഥകളിയുണ്ട്, കഥകളി സിംഗിൾ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പുമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ കലാമത്സരങ്ങൾ ഇന്ന് അരങ്ങേറുന്നത്. 3-ാം ദിവസമായി എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. 18-ാം തീയതിയാണ് സമാപന സമ്മേളനം. അന്നായിരിക്കും നമ്മുടെ ഇത്തവണ സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകുമെന്ന് അറിയാൻ സാധിക്കുക. കോഴിക്കോടും കണ്ണൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കായിട്ടുമായിരിക്കും ഈ മത്സരങ്ങൾ നടക്കുക. എന്നാലും ഇന്നലെ ഒന്നും വലിയ ഡിലേ ഉണ്ടായില്ല. ആദ്യത്തെ ദിവസം മാത്രമാണ് പുലർച്ചെ ഒരു 2 മണിവരെയൊക്കെ മത്സരങ്ങൾ നീണ്ടത്. ഇന്നലെ 11 മണിയോടുകൂടി തന്നെ എല്ലാ വേദികളിലും ഒക്കെ ഈ മത്സരങ്ങളെല്ലാം അവസാനിക്കുകയും ഒക്കെ ചെയ്ത് അത് തന്നെ കുട്ടികൾക്കും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വേദികളിൽ ആദ്യത്തെ മത്സരം ആരംഭിക്കും. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.